അനന്തകൃഷ്ണൻ തുടരുന്നുണ്ട്. അനന്തകൃഷ്ണൻ, ഇത് മൂന്നാമത്തെ കേസാണ്. ഈ നടപടിക്രമങ്ങളിലെ വീഴ്ച എന്നൊക്കെ ടി പി സെൻകുമാർ അടക്കം ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ പുതിയ ഭാരത് ന്യായ സംഹിത അനുസരിച്ച് അങ്ങനെയല്ല കാര്യങ്ങൾ എന്ന് മറ്റു ചില നിയമവിദഗ്ധർ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഇലക്ട്രോണിക് സിഗ്നേച്ചർ പരാതിയിലുണ്ട്. നേരിട്ടുള്ള മൊഴിയെടുപ്പ്, അവരുടെ ഇൻ പേഴ്സൺ മൊഴിയെടുപ്പ്, അതുപോലെ തന്നെ മൊഴി രേഖപ്പെടുത്തൽ തുടങ്ങിയവ നടന്നിട്ടില്ല. പക്ഷേ വീഡിയോ കോൺഫറൻസ് വഴി അതിനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നുമുണ്ട്. ഹൈക്കോടതിയിൽ 2 കേസുകൾ, സമാനമായ സ്വഭാവത്തിലുള്ള സമാനമായ പാറ്റേണിലുള്ള 2 കേസുകളുമായി ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതിയിൽ ഉണ്ട് എന്നിരിക്കെ എളുപ്പമാകുമോ രാഹുൽ മാങ്കൂട്ടത്തിലെ നിയമ പോരാട്ടം? അഭിലാഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പുതിയ നിയമസംഹിതയുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിലൊന്ന്, ഈ തെളിവ് നിയമത്തിൽ ഡിജിറ്റൽ എവിഡൻസ് തെളിവായി സ്വീകരിക്കാം, പ്രൈമറി എവിഡൻസായി സ്വീകരിക്കാം എന്നുള്ളതാണ് പുതിയ നിയമം. പക്ഷേ ഇമെയിൽ പരാതികളിൽ അതായത് കേസെടുക്കുമ്പോൾ 3 ദിവസത്തിനകം നേരിട്ടുള്ള മൊഴി രേഖപ്പെടുത്തണം എന്നുള്ളൊരു ഭാഗം കൂടി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു തർക്കം നേരത്തെ തന്നെയുണ്ട്. അത് സംബന്ധിച്ച് ചില ക്ലാരിഫിക്കേഷനൊക്കെ വരുത്തിയിട്ടുണ്ട് നിയമവിദഗ്ധരുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഡിജിറ്റൽ എവിഡൻസ്, അതായത് ഇമെയിൽ പരാതി ഒരു ഡിജിറ്റൽ എവിഡൻസായി തന്നെ പരിഗണിച്ചുകൊണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ തുടരുന്ന രീതി ഇപ്പോൾ നിലവിലുണ്ട്. ഏതായാലും കോടതിയിൽ പ്രോസിക്യൂഷൻ പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ജാമ്യം നിഷേധിക്കാൻ വേണ്ടി ഉന്നയിച്ച 2 വാദങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് ഈ അറസ്റ്റ് മെമ്മോയിൽ ഒപ്പിടാത്ത നടപടിയാണ്. അതിൽ ഒരു ഗസറ്റഡ് ഓഫീസറുടെ സർട്ടിഫിക്കേഷനും നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാബിച്വൽ ഒഫൻഡറാണ്. ഇതിനു മുൻപ് 3 പരാതികൾ, 2 കേസുകൾ നിലവിലുണ്ട്. അതുകൂടാതെ നിരവധി പരാതികളും പല യുവതികളുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. കേസെടുത്തിട്ടില്ലെങ്കിലും പരാതികളും 10-ലധികം പരാതികളും നിലവിലുണ്ട് എന്നുള്ള കാര്യങ്ങളുമാണ് കോടതിയെ ബോധിപ്പിച്ചത്. അപ്പോൾ ഇയാളൊരു ഹാബിച്വൽ ഒഫൻഡറാണ്. മറ്റൊന്ന്, ഇയാളൊരു നിയമസംഹിതയെ അനുസരിക്കാത്ത ആളാണ് എന്നുള്ളൊരു വാദമാണ് പ്രധാനമായും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചത്. അതിനപ്പുറം ഈ പ്രധാനപ്പെട്ട ചില വകുപ്പുകൾ കൂടി ഉള്ളതുകൊണ്ട് അതിൻ്റെ പരിമിതി കൂടി പരിഗണിക്കുന്നതുകൊണ്ട് സാങ്കേതികമായി മജിസ്ട്രേറ്റ് കോടതിക്ക് ജാമ്യം നൽകാൻ കഴിയില്ല എന്നുള്ള വിലയിരുത്തൽ കൂടിയുണ്ട്. ഏതായാലും മജിസ്ട്രേറ്റ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യം നിഷേധിച്ചതോടെ രാഹുലിൻ്റെ ജയിൽവാസം ഇനിയും ദിവസങ്ങൾ നീളും. കാരണം മേൽക്കോടതിയിൽ ഇനി അപ്പീൽ നൽകി. ഇപ്പോൾ നമ്മൾ അബിലാൽ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് സെഷൻസ് കോടതിയിലാണ് അപ്പീൽ അടുത്ത ജാമ്യാപേക്ഷ നൽകാൻ പോകുന്നത്. വേണമെങ്കിൽ ഹൈക്കോടതിയിൽ പോകാം എന്ന് നേരത്തെ അവർക്ക് നിയമോപദേശം ഉണ്ടായിരുന്നു. പക്ഷേ അവർ സെഷൻസ് കോടതിയാണ് സമീപിക്കാൻ ഒരുങ്ങുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് പാരലായി തന്നെ അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും ചില നടപടികൾ കൂടി നടത്തുന്നുണ്ട്. അതിൽ എന്തൊക്കെയാണ് ഇനി സെഷൻസ് കോടതിയിൽ രാഹുലിൻ്റെ അഭിഭാഷകർ വാദിക്കാൻ പോകുന്നത്, അതിന് തടയിടാൻ ഉള്ള നീക്കങ്ങളാണ് ഈ SITയുടെ ഭാഗത്ത് അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നടക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് 164, അതായത് രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള, ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള അപേക്ഷ മജിസ്ട്രേറ്റ് കോടതിയുടെ പരിഗണനയിലേക്ക് വന്നിട്ടുണ്ട്. അത് മജിസ്ട്രേറ്റ് കോടതി ഉടൻ തന്നെ അത് ഹൈക്കോടതിയിലേക്ക് കൊടുക്കും. ഹൈക്കോടതിയാണ് അതിലൊരു തീരുമാനം എടുക്കേണ്ടത്. അഭിലാഷ്.